കോഴിക്കോട് മലാപ്പറമ്പ് പാച്ചക്കലിൽ വയൽ മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. സർവീസ് റോഡ് നിർമ്മാണത്തിനായാണ് വയൽ മണ്ണിട്ട് നികത്തുന്നത്. പ്രതിഷേധം കനത്തതോടെ മണ്ണ് തിരിച്ചെടുക്കുകയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് രമ്യ ദാസാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. രമ്യ, വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? നാട്ടുകാർ ഉൾപ്പെടെ അവിടെ ശക്തമായി തടിച്ചുകൂടി നിൽക്കുകയാണ്. മുഴുവൻ മണ്ണും മാറ്റിയ ശേഷമേ പിരിഞ്ഞു പോകൂ എന്നാണോ നാട്ടുകാർ അറിയിക്കുന്നത്? ബിനിൽ, തീർച്ചയായും നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മലാപ്പറമ്പ് പാച്ചാക്കലിലാണ്. ഇവിടെ ബിനിൽ പറഞ്ഞതിൽ ഒരു തിരുത്ത് ഞാൻ ചെയ്യുന്നു. അതായത് സർവീസ് റോഡിന്റെ മറവിലാണ് ഇത്തരത്തിൽ ഒരു വയൽ നികത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സർവീസ് റോഡ് ചേർന്നുള്ള വയലാണ്. അപ്പം അത്തരത്തിൽ സർവീസ് റോഡ് മണ്ണിട്ട് നികത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇപ്പോൾ നിലവിൽ ഇവിടെ വാഹനങ്ങളെല്ലാം ഉണ്ട്. ലോറിയിൽ ഈ മണ്ണ് ഇട്ട ഭാഗത്ത് നിന്ന് മണ്ണ് തിരിച്ചെടുത്ത് ലോറിയിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാം. ഇത്തരത്തിൽ ഈ സർവീസ് റോഡ് ചേർന്നുള്ള വയലിന്റെ ഭാഗത്താണ് സമാന്തരമായി തന്നെ, അതായത് അതേ രീതിയിൽ വയൽ ഭാഗം നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വൈകിട്ടോടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ഇതോടെ തന്നെ ഇത് 2 വർഷം മുമ്പ് ഇത്തരത്തിൽ ഈ ഭാഗത്ത് മണ്ണിട്ട് നികത്തുന്ന നടപടികൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. തുടർന്ന് അന്ന് ഈ പ്രദേശവാസികളെല്ലാം തന്നെ പ്രതിഷേധിക്കുകയും അത്തരത്തിൽ ഈ മണ്ണിട്ട് നികത്തൽ നിർത്തിവെക്കുകയുമായിരുന്നു. വീണ്ടും ഇതിനെല്ലാം ഈ ഒരു മണ്ണിട്ട് നികത്തൽ ഇപ്പോൾ NH ഉദ്യോഗസ്ഥരുടെ ഒത്താശയോട് കൂടി തന്നെയാണ് എന്നൊരു ആരോപണം കൂടി പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഈ ഭാഗത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പച്ചാക്കലിൻ്റെ കൗൺസിലർ കൂടിയായി നമ്മുടെ കൂടെയുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് കൗൺസിലിൽ നിന്ന് പങ്കുവയ്ക്കും. എന്തൊക്കെയാണ്, എപ്പോഴാണ് ഇത്തരത്തിലൊരു മണ്ണിട്ട് നികത്തൽ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്? മണ്ണിട്ട് നികത്താൻ തുടങ്ങിയിട്ട് 2 വർഷം മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇവിടെ ഈ ഓവുചാലിൻ്റെ ഭാഗത്ത് കൂട്ടിയിട്ട മണ്ണൊക്കെ ഇവിടെയുള്ള പൊതുജനങ്ങളെല്ലാവരും, നാട്ടുകാരെല്ലാവരും തടഞ്ഞ് അത് മുഴുവൻ എടുപ്പിച്ചതാണ്. അതിനുശേഷമാണ് ഇവർ കുറേശ്ശെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് മണ്ണിട്ട് ഇവിടെ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഇവരോട് ചോദിക്കുന്ന സമയത്ത് ഇത് എടുത്തു മാറ്റുമെന്നാണ് ഞങ്ങളോട് പറയുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇത്രയും നീളത്തിൽ ദൂരം ഇത്രയും ഇതിൽ മണ്ണിട്ടതാണ്. ഇത് പിന്നെ തണ്ണീർത്തടാണ്. ഇവിടെ മണ്ണിടാൻ പാടില്ലാത്ത സ്ഥലമാണ്. എൻ്റേത് ചേവരമ്പലം വാർഡാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ വാർഡ്. ഇവിടെ മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വാർഡിലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ, മമ്മളിത്താഴ്, ചേവരമ്പലം, പാച്ചാക്കൽ, തോട്ടിൽപ്പിടിക ഭാഗത്തിലുള്ള വീടുകൾ മുഴുവനും ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് ഈ മണ്ണ് എടുപ്പിക്കുന്നത് വരെ ഈ ഭാഗത്തുള്ള ജനങ്ങൾ ഒരു പ്രക്ഷോഭമായിട്ട് തന്നെ. ഈ 2 വർഷം മുൻപ് ഇത്തരത്തിലൊരു തുടക്കമുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് നിങ്ങൾ പ്രതിഷേധിച്ചു. നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധിച്ചു. അതിന്റെ ഫലമായിട്ടാണ് അന്ന് മണ്ണെടുത്ത് മാറ്റിയത്. ഞങ്ങൾ ഓരോ ആളുകൾ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാണാം, ഇതൊക്കെ ഹൈവേന്റെ വണ്ടികളാണ്, നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ വണ്ടികളാണ് ഈ ടിപ്പർ ടോറസിൽ മണ്ണെടുക്കുന്നതും. അത് അവരെ പൊക്ലൈനാണ്. ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. ഇത് തുടങ്ങിയ സമയത്ത് സർവീസ് റോഡിൻ്റെ ഓടേൻ്റെ ഇപ്പുറം മണ്ണ് കൂട്ടിയിടുന്ന സമയത്ത് തൊട്ട് ഞങ്ങൾ എഞ്ചിനീയറെ അടുത്ത് പറയുന്ന മണ്ണെടുത്ത് മാറ്റണം എന്ന് പറയുന്ന. പക്ഷേ അവർ പറയും ഇത് കെട്ടിന് ഉറപ്പിനിടുകയാണ്, താൽക്കാലികമായിട്ടും ഇടുക. ആദ്യം ഒരു 200-300 മീറ്റർ വീതിയിൽ മാത്രമാണ് മണ്ണിട്ടിരുന്നത്. പിന്നീട് അത് പരത്തിയിട്ട് ആദ്യം മണ്ണ് കൂട്ടിയിടുക ചെയ്യുക. ഈ മണ്ണ് അവിടുന്ന് വാരിയിടുന്ന രീതിയിൽ. പിന്നെ പുറത്തുനിന്ന് ഇത് കൊണ്ടുവന്ന് അടിച്ചിട്ട് ഇപ്പം നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി തഹസിൽദാർ ഉൾപ്പെടെ പറയുന്നത് ഈ മണ്ണ് എടുത്ത് മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. എന്തായിരിക്കും ഈ മണ്ണ് എടുത്ത് മാറ്റുന്നവരെ നിങ്ങൾ പ്രതിഷേധം തുടരുന്നത്? തീർച്ചയായിട്ടും ഈ ഇവിടെ ഒരു തരി മണ്ണില്ലാതെ എടുത്ത് മാറ്റുന്നവരെ ഞങ്ങൾ പ്രതിഷേധം തുടരുന്നതാണ്. കാരണം തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ വേറെ പരാതി കൊടുക്കണ്ടല്ലോ, ചാനലുകളൊക്കെ അവരെ അറിഞ്ഞില്ല എന്ന് പറയാനുള്ള ഒരു ചാൻസ് ഇല്ല. വില്ലേജ് ഓഫീസർക്കോ തഹസിൽദാർക്കോ ഞങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളൊരു ചാൻസ് ഇല്ല. അതല്ലാതെ രേഖാമൂലം കൗൺസിലർമാർ പ്രവീണേട്ടനും സരിതേച്ച് നാട്ടുകാർക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ മണ്ണ് ഒരു തുള്ളിയില്ലാണ്ട് ഞങ്ങൾ ഇവിടുന്ന് എടുപ്പിക്കുന്നുള്ള ഉറപ്പ് നാട്ടുകാർക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ധൈര്യത്തിലാണ് ഞങ്ങൾ ഇന്ന് രാത്രി നാട്ടുകാരൊക്കെ ഇവിടെ ഇത് തമ്പടിക്കുകയാണ്, അവർ മണ്ണ് എടുത്തും കൊണ്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നാളെയും പ്രതിഷേധം തുടരും. ഇവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. ഈ ഭൂവുടമകളും അതുപോലെ തന്നെ ഈ വർക്ക് ഏറ്റെടുത്തുള്ള കരാർ കമ്പനിയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്രയും ധൈര്യം അവർക്ക് ഈ മണ്ണിടാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ബിനിൽ, അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാരും ഇപ്പോൾ ശക്തമായി തന്നെയാണ് പറയുന്നത്. കാരണം ഇവിടുന്ന് മണ്ണെടുത്ത് മാറ്റുന്നത്, അതായത് 2 വർഷം മുൻപ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ചെറിയ തോതിൽ മണ്ണിട്ട് നിൽക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. എന്നാൽ ഇത് ജനങ്ങളുടെ ഈ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന്, അതായത് തണ്ണീർത്തടമാണ്, വെള്ളം കെട്ടി നിൽക്കുന്ന മേഖലയാണ്. തൊട്ടടുത്ത പ്രദേശങ്ങൾക്കെല്ലാം ഈ മഴ പെയ്തു തുടങ്ങിയാൽ വെള്ളം കയറും. അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രദേശത്ത് നിന്നും ഇത്തരത്തിൽ മണ്ണ് മുഴുവനായി എടുത്തു മാറ്റുന്നവരെ ഈ ശക്തമായ പ്രതിഷേധം തന്നെയാണ് നാട്ടുകാർ തുടരുക എന്ന് തന്നെയാണ് ഇവരും പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഡെപ്യൂട്ടി തഹസിൽദാർ ഉൾപ്പെടെ ഇവിടെയുണ്ട്. ഈ മണ്ണെടുത്ത് മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണ്ണെടുത്ത് മാറ്റുന്ന നടപടികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തോതിൽ വാഹനങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ടോറസിലേക്ക് മണ്ണ് കയറ്റി ഇത്തരത്തിൽ മണ്ണ് കയറ്റുകയാണ്. സർവീസ് റോഡിന്റെ മറവിലാണ് ഇപ്പോൾ മണ്ണ് അടിച്ചിരിക്കുന്നത്.
വയൽ നികത്താനുള്ള ഒരു നീക്കമായിട്ടാണ് അത് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. അതാണ് ഇപ്പോൾ നാട്ടുകാർ തടഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് മലാപ്പറമ്പ് പാച്ചാക്കലിലാണ് മണ്ണിട്ട് വയൽ നികത്തുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചത്. അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു രമ്യ ദാസ്.